ഈ ബഡ്ജറ്റ് വർഷം GCDയുടെ ജൂബിലിയാണ്, ഗോൾഡൻ ജൂബിലി. 50 വർഷം പൂർത്തിയാക്കിയതാണ്. ഈ നഗരത്തിൻ്റെ വികസനത്തിൽ കഴിഞ്ഞ 50 വർഷക്കാലം GCD വഹിച്ചിരുന്ന പങ്ക് ഇപ്പോൾ ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല. പിൽക്കാലത്ത് 73-74 ഭരണഘടനാ ഭേദഗതി തീർച്ചയായും വേണ്ട ഒരു അനിവാര്യമായ ഭേദഗതിയായിരുന്നെങ്കിലും GCDയുടെ അധികാര സാധ്യതകളെ അത് കുറച്ചു കളഞ്ഞു. അത് നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രശ്നങ്ങൾ അനുബന്ധമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അത് നടന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ താഴേക്കുള്ള പ്രയോഗത്തിൻ്റെ പ്രായോഗിക ആവശ്യങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്ന ഏറ്റവും മികച്ച ഒരു വിപ്ലവകരമായ നടപടിയാണ്. അപ്പോൾ സുവർണവർഷങ്ങളാണ്. രണ്ടാമത്തേത് നമ്മളുടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുണ്ട്. അതിൽ പറ്റില്ല. സ്റ്റേഡിയത്തിലെ മൃദംഗാഭിഷന്റെ പരിപാടിക്ക് അനുബന്ധമായി നടന്ന ദൗർഭാഗ്യകരമായ സംഭവം, ശ്രീമതി ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ടത് നമുക്കെല്ലാം അറിയാം. നമ്മുടെ ഭാഗ്യത്തിന്, ആ വനിതയുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു. അതൊരു അതിശയമാണ്. എന്നാൽ പോലീസ് റിപ്പോർട്ട് സമഗ്രമായി വന്നതിന് ശേഷം ഇപ്പോൾ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ഉള്ളടക്കത്തെക്കുറിച്ചുള്ള കിട്ടിയ വിവരം, ആ പ്രശ്നത്തിൽ GCDAക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ പരിപാടിക്ക് കൊടുത്ത ടീമിൻ്റെ നടപടികൾ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി എഴുതി കയ്യിൽ കൊടുത്തതാണ്. പക്ഷേ അതവർ പാലിച്ചില്ല. അപ്പോൾ ഉത്തരവാദിത്വം അവർക്ക് പോകും. അതാണ് അതിൻ്റെ കാര്യം. അങ്ങനെ വരുമ്പോൾ GCD ഇതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുടെ കുറ്റം എന്താണെന്ന് പരിശോധിക്കാൻ ഒരു ആഭ്യന്തര ഇൻവെസ്റ്റിഗേഷൻ വെച്ചിരുന്നു. ഞങ്ങളുടെ സെക്രട്ടറിയും SCയും ചേർന്നു. ആ കണ്ടെത്തൽ അവർ നടത്തിയത് നമ്മുടെ ജീവനക്കാർക്ക് നേരിട്ട് അതിനകത്ത് ഒരു പങ്കുമില്ല, അവരുടെ കുറ്റം പറയാനാവില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആ സമയം തന്നെ സസ്പെൻഷൻ പിൻവലിച്ചു. പക്ഷേ തുടർ നടപടികളെ സംബന്ധിച്ച് അന്തിമമാക്കിയിട്ടില്ല. കാരണം ഇല്ലെന്ന് നമ്മൾ പറയുമ്പോഴും ഒരു പോയിന്റ് അതിനകത്ത് ആഭ്യന്തരമായി ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഇൻസ്റ്റലേഷൻ അവിടെ വരുന്നത് ഞായറാഴ്ചയായി പോയി എന്നൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച് ആവശ്യമാണെങ്കിൽ അത് ബന്ധപ്പെട്ട ജീവനക്കാരെ താക്കീത് ചെയ്യുന്ന ഒരു കാര്യമായിട്ടത് മാറ്റി തീർക്കുന്നതാണ് ചർച്ച ചെയ്തത്. അത് അന്തിമമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ അറിയിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം ബണ്ട് റോഡ് സംബന്ധിച്ചാണ്. ബണ്ട് റോഡിൽ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ വർഷത്തെ പദ്ധതികളുടെ തുടർച്ചയായിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് വിശദാംശം പറയാത്തൊരു കാര്യം കൂടി പറയാം. അംബേദ്കർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണവും പുനർനിർമ്മാണവും ഇപ്പോൾ വന്നിട്ടുള്ള നിർദ്ദേശം അതിൽ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വളരെ ചുരുക്കത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അത് 90 കോടി രൂപ ചെലവ് വരുന്ന ഒരു വലിയ ഇടപെടലാണ് അംബേദ്കർ സ്റ്റേഡിയത്തിൽ GCDA ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡിസൈൻ വാസ്തു ആ ഡിസൈനിൻ്റെ ബേസിസിൽ ഒരു DPRലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ആ 7.25 ഏക്കർ ഈ നഗരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ്. 2, വിലപിടിപ്പിനേക്കാൾ അത് മഹാനായ അംബേദ്കറുടെ പേരിൽ നമ്മൾ ചെയ്തൊരു സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിന് ഇന്നത്തെ ഗതി അദ്ദേഹത്തോട് നീതി പുലർത്തുന്ന വിധത്തിലല്ല. അതുകൊണ്ട് അവിടെ ഈ പദ്ധതി നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നും പ്രശ്നം ഫണ്ടാണ്. ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് വിജയിച്ചിട്ടുണ്ട്. GCDAയുടെ ഒരു 12 കോടി രൂപയെങ്കിലും നേരിട്ടെടുക്കാൻ, എന്നുവെച്ചാൽ ഞങ്ങൾക്ക് റെയിൽവേയുടെ സ്ഥലമെടുത്ത വകയിൽ കുറച്ച് പണം കിട്ടിയിട്ടുണ്ട്. 9 കോടിയോളം. അത് കോർപ്പസ് ആക്കി, അതൊന്ന് വികസിപ്പിച്ച് ഒരു 12 ആക്കി. സീരിയസ് ആയി ഷിപ്പ്യാർഡ് മാനേജ്മെന്റിനോടും റിഫൈനറി മാനേജ്മെന്റ് ടോപ്പ് മാനേജ്മെന്റ് സംസാരിച്ചു. അവരിലൊക്കെ കാര്യമായി ഇടപെടാനും പങ്കെടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അപ്പം അതൊന്ന് മെറ്റീരിയലൈസ് ചെയ്താൽ പണി തുടങ്ങുന്നതായാലും തുടങ്ങുമ്പോൾ 2 ഘട്ടമാണ്. ആ 2 ഘട്ടത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലെ ഏറ്റവും മികച്ച ഒരു ഫുട്ബോൾ സ്റ്റേഡിയം, അത് IFA സ്റ്റാൻഡേർഡ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരെ കൂടി ബന്ധപ്പെടുത്തി അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് 15,000 പേരുടെ കപ്പാസിറ്റി, അത് ഒരു ലോകോത്തര നിലവാരത്തിൽ അവിടെ വരും. അപ്പോൾ ഒരു പകുതി സ്ഥലം പോകും.
ബാക്കി സ്ഥലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഐറ്റംസിന്റെ ഗെയിംസിന്റെ വിവിധ വോളിബോള്, ബാസ്കറ്റ്, സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയ ടെന്നീസ് അതിനൊക്കെ മതിയായ സ്ഥലം കൊടുത്തുകൊണ്ട് അതും ഒരു ലോക ഒളിമ്പിക്സ് നിലവാരത്തിലുള്ള ഗ്രൗണ്ടുകളാക്കി അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻസ് ആക്കിക്കൊണ്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഈ സ്റ്റേഡിയത്തിന് ഒരു 50 കോടിയോടെ രൂപ വേണ്ടി വരും. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. മറ്റത് രണ്ടാം ഘട്ടമായിട്ട് എടുക്കും. അതിന് പിന്നെയും അത് ഈ പറയുന്ന ആകെ ഫണ്ട്, പിന്നെ ഞങ്ങൾ എൻ്റെ കൂട്ടത്തിൽ സീരിയസ് ആയി CSR ഫണ്ട് നോക്കുന്നുണ്ട്. അത് ചില പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് വിശദമായി പറഞ്ഞിട്ടില്ല, അതിൻ്റെ സൂചനയേ ഉള്ളൂ. ഈ കാര്യങ്ങളാണ് ആമുഖം പറയുന്നത്. ഇനി ഞാൻ ബഡ്ജറ്റിലേക്ക് കടക്കാം. വിശാല കൊച്ചി വികസന അതോറിറ്റിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലേക്ക് സ്വാഗതം. GCAD രൂപം കൊണ്ടിട്ട് 50 സുവർണ വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വർഷം കൂടിയാണിത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ശരാശരി ചെറുപട്ടണത്തിൽ നിന്ന് ഇന്ന് കാണുന്ന മഹാനഗരം എന്ന നിലയിൽ കൊച്ചിയെ വളർത്തിയെടുക്കുന്നതിൽ GC വഹിച്ച പങ്ക് വളരെ വലുതാണ്. മറൈൻ ഡ്രൈവ്, ചെറുതും വലുതുമായ നിരവധി പാർക്കുട പദ്ധതികൾ, ചെങ്കമ്പുഴ പാർക്ക് പോലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ, രാജ്യാന്തര മൈതാനം പോലുള്ള തുറസായ ഇടങ്ങൾ, തേവര പേരന്നൂർ കനാൽ പോലുള്ള ജല മാനേജ്മെന്റ് സംവിധാനങ്ങൾ, സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ പണം ഉപയോഗിക്കാതെയുള്ള രീതിയിലുള്ള KKR പോലുള്ള സുപ്രധാനമായ അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനങ്ങൾ, കേരളത്തിലെ ആദ്യത്തെ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ രീതിയിലുള്ള BOT പാലം, വിവിധ വാണിജ്യ സമുച്ചയങ്ങൾ, കേരളത്തിലെ ആദ്യത്തെ മാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മറൈൻ ഡ്രൈവ് ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇങ്ങനെ നാം ഇന്ന് കാണുന്ന നഗരം സൃഷ്ടിച്ചെടുക്കുന്നതിൽ GCDA വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെയുള്ള GCDയുടെ അധികാരത്തിൽ ഉണ്ടായ നഷ്ടം അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമെന്ന നിലയിൽ നമ്മുടെ നഗര വികസന ആവശ്യങ്ങൾ പെരുകുകയും അത് പരിഹരിക്കുന്നതിൽ നാം എത്രത്തോളം വിജയിച്ചു എന്ന് വിലയിരുത്തുകയും തുറന്ന ചർച്ചകൾക്ക് വിധേയമാക്കുകയും ചെയ്യേണ്ടതാണ്. GCDയുടെ മഹത്തായ പാരമ്പര്യം അടിവരയിടുകയും നഗരവികസന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹാര നിർദ്ദേശങ്ങളും 2035 കൊച്ചി എങ്ങനെ ആയിരിക്കണമെന്നുള്ള ചർച്ചകൾ സജീവമാക്കിയെടുക്കാൻ ഈ 50-ാം വാർഷികം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. വിശാല കൊച്ചി വികസന അതോറിറ്റി ബഡ്ജറ്റ് 25-26 GCDയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി നഗര ചലനാത്മകത, പരിസ്ഥിതി സുസ്ഥിരത ഈ ചർച്ചയ്ക്കകത്തെടുത്ത വിഷയങ്ങളാണ്. പരിസ്ഥിതി സുസ്ഥിരത, സമൂഹ ഇടപെടൽ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനകേന്ദ്രിത വികസനത്തിന് ഈ ബഡ്ജറ്റ് ഊന്നൽ നൽകുന്നു. അടിസ്ഥാന സൗകര്യ നവീകരണം, സ്മാർട്ട് സിറ്റി സംരംഭങ്ങൾ, GCDA ചെയർമാൻസ് കപ്പ്, ഫുട്ബോളിനും ക്രിക്കറ്റിനും അത് ഇതിൻ്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കൂടി അടങ്ങുന്നതായിരിക്കും. സാംസ്കാരിക പരിപാടികൾ, വലിയ തോതിലുള്ള പൊതുജന പങ്കാളിത്ത പ്രചാരണ പരിപാടികൾ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. കൂടാതെ IT, ടൂറിസം, സുസ്ഥിര നഗര നവീകരണം എന്നിവയുടെ കേന്ദ്രമായി കൊച്ചിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾക്ക് ബഡ്ജറ്റ് മുൻഗണന നൽകുന്നു. തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും ഉൾക്കൊള്ളുന്ന ആസൂത്രണത്തിലൂടെയും നഗരവികസനത്തിൽ പൗരന്മാർ സജീവ പങ്കാളികളായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം സന്തുലിത നഗര വളർച്ചയ്ക്കുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്താനും GCDA ലക്ഷ്യമിടുന്നു. ഭാവിയിലെ വെല്ലുവിളികളെയും അവസരങ്ങളെയും സ്വീകരിക്കാൻ തയ്യാറായ ആധുനികവും പ്രതിരോധശേഷിയുള്ളതും ജനസൗഹൃദവുമായ വിശാല കൊച്ചിയുടെ ദർശനം 2025 ബഡ്ജറ്റിൽ പ്രതിഫലിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോള താപനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ മുൻപോട്ട് വയ്ക്കുന്ന 17 സാമൂഹ്യ വികസന ലക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിശാല കൊച്ചി വികസന അതോറിറ്റിയുടെ 22-23 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ വികസനം കിഴക്ക് ദിശയിലേക്ക് കൂടിയായിരിക്കണമെന്ന് വിലയിരുത്തുകയുണ്ടായി. കൊച്ചി ഇക്കണോമിക് സിറ്റി എന്ന പദ്ധതി GCDA അവതരിപ്പിച്ചുവെങ്കിലും 23 പോയിട്ടില്ലെങ്കിലും നിർദ്ദിഷ്ട അങ്കമാലി കുട്ടന്നൂർ ബൈപ്പാസ് ഈ ദിശയിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണ്. 23-24 വർഷത്തെ ബഡ്ജറ്റിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് വികസനം എന്ന ലക്ഷ്യമാണ് മുൻനിർത്തിയത്. ഷീ ഹോസ്റ്റൽ, ട്രാൻസ്ജെൻഡർ ഹോസ്റ്റൽ, കായൽ സമ്മേളന സ്മാരകം, പൊതുവിടങ്ങളുടെ വികസനം തുടങ്ങിയ നിരവധി പദ്ധതികൾ അവതരിപ്പിക്കപ്പെട്ടു. മിക്ക പദ്ധതികളും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ലൈഫ് പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഈ GCDAയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ആ ഒരു ഊർജ്ജസ്വലത നിർവഹിക്കുന്നതിനില്ല എന്ന് കഴിഞ്ഞ ബഡ്ജറ്റ് സമയത്ത് ഒരു വിമർശനം വന്നു. ആ വിമർശനത്തിന് ഇപ്പോഴും സാധ്യതയുണ്ട്.
ഞങ്ങൾ പഴയതിനേക്കാളും വളരെ മുൻപോട്ട് പോയെങ്കിലും ഞങ്ങൾ കരുതിയത് പോലത്തെ ഫണ്ട് വരവിന്റെ പക്ഷേ വളരെ മുമ്പോട്ട് പോയിട്ടുണ്ട്. അത് സംബന്ധിച്ച് എല്ലാ വിമർശനങ്ങളും നിങ്ങളുടെ പൊതുസമൂഹത്തെ കൊടുക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2022 ബഡ്ജറ്റിൽ പറഞ്ഞതനുസരിച്ചാണ് മോദി 2022 എന്ന നഗരവികസന കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെട്ടത്. ഈ കോൺക്ലേവിന്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായ നഗരവികസന നയം കേരള സർക്കാർ രൂപീകരിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഈ കോൺക്ലേവ് ഉയർന്നു വന്ന ലാൻഡ് പൂളിംഗ് എന്ന നിർദ്ദേശം ഇപ്പോൾ വളരെയധികം മുൻപോട്ട് പോയി. കേരള സർക്കാർ ചട്ടങ്ങൾ കൂടി ഉണ്ടാക്കിയതോടെ വ്യക്തമായ വഴി ദിശാബോധത്തോടെ ഇൻഫോ പാർക്ക് 3ാം ഘട്ട വികസനം ലാൻഡ് പൂളിംഗ് വഴി നടപ്പിലാക്കാൻ കേരള സർക്കാർ ഒരു തീരുമാനമെടുക്കുകയും ഉത്തരവായി GCDയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. 300 ഏക്കർ സ്ഥലത്ത് വിപുലവും ആധുനികവുമായ സൗകര്യങ്ങളോട് കൂടിയതായ ഒരു IT നഗരമാണ് രൂപം കൊള്ളുക. ഇത് സംബന്ധിച്ച് ഒരു വാക്ക് പറയാനുണ്ട്. ഈ 300 ഏക്കറിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. വളരെ വിപുലമായ സ്ഥലമല്ലേ. ആ 100 ഏക്കറാണ് IT സ്പേസ്. ബാക്കി 200 IT ഇതര സ്പേസാണ്. IT ഇതര സ്പേസ് എന്ന് പറയുമ്പോൾ ഈ ജോലി എടുക്കാൻ മാത്രം സ്ഥലമുണ്ടായാൽ പോരാ. അത് 8 മണിക്കൂറേ ഉള്ളൂ. ബാക്കി 24 മണിക്കൂർ 16 മണിക്കൂർ മനുഷ്യന്റെ ജീവിതം വിശ്രമവും വിനോദവുമാണ്. അപ്പൊ താമസ സ്ഥലങ്ങളുടെ ഒരു പരമ്പര തന്നെ അവിടെ ഉണ്ടാക്കേണ്ടി വരും. ആ പരമ്പര ഈ അവശേഷിക്കുന്ന 200 എന്ന് വെച്ചാൽ ഏറ്റവും മോഡേണിറ്റിയുള്ള ആധുനിക കാലത്ത് ലോകോത്തര നിലവാരമുള്ള റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ, അതെല്ലാം സാമ്പത്തികമായി നിൽക്കുന്ന എല്ലാ ശ്രേണികളെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ വരും. വലിയ 7 സ്റ്റാർ ഹോട്ടലുകളുണ്ടാവും, ഇന്റർനാഷണൽസ്, ഒരുപാട് ഹോട്ടൽ പരമ്പര സമുച്ചയങ്ങളുണ്ടാവും, റെസിഡൻഷ്യൽ പ്ലോട്ടുകളുണ്ടാവും. അത് മിക്കവാറും ഫ്ലാറ്റുകളാക്കും സ്ഥലം നേടാൻ വേണ്ടിയിട്ട്. അത് അവിടെ എംപ്ലോയി എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിലും 3 ലക്ഷം. നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഇത്രയാണെങ്കിലും ഇതിന്റെ നിർമ്മാണമായി വരുമ്പോൾ അവരുടെ ശമ്പളം മാസം 5 ലക്ഷമെങ്കിലും ആയിരിക്കും. അവർക്ക് താങ്ങാവുന്ന വിധത്തിലുള്ള ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആയിരക്കണക്കിനല്ല 10,000 വേണ്ടി വരും. അവിടെയും നിൽക്കുന്നില്ല. ഹോസ്പിറ്റൽസ്, മറ്റ് ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റീസ് അവിടെയും നിൽക്കുന്നില്ല. സ്പോർട്സ്, വിനോദത്തിന്റെ പ്രശ്നം എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ നാട്ടുകാർക്ക് ജീവിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ പുറകെ നടക്കണോണ്ട് ഇത് നടക്കുന്നില്ല. ഇവർക്ക് അതല്ല പ്രശ്നം. ഇവർക്ക് നടക്കേണ്ട കാര്യമില്ല. അവർക്ക് കിട്ടുന്ന പൈസ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭീമമായ സംഖ്യ മിച്ചമാണ്. ആ വിഭാഗത്തിലെപ്പെട്ട മനുഷ്യരെയാണ് ഇടത്തരക്കാരെന്ന് പറയുന്നത്. ഇടത്തരക്കാരിൽ താഴെ ഉണ്ടെങ്കിലും അതൊരു വലിയ ഒരു എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ ശ്രേണി, സ്ട്രാറ്റാസ്. അതില് ഒരാള് ഭക്ഷണം കഴിച്ച് ആവശ്യത്തിന് മരുന്നൊക്കെ എടുത്ത് വസ്ത്രം ധരിച്ച് നടന്നാൽ പരമാവധി ലാവിഷായാലും 50,000 രൂപയൊക്കെ മതിയാവും. ബാക്കി കാശ് എന്ത് ചെയ്യും? അങ്ങനെ ഡെപ്പോസിറ്റ് ഇടാനൊന്നും ആളുകൾ അധികം നിൽക്കലാണ്. ജീവിക്കാനുള്ള ത്വര, ജീവിതം എത്ര കാലത്ത് അറിയാത്തതുകൊണ്ട് പണ്ട് കാലത്തേക്കാൾ ശക്തമാണ് ചെറുപ്പക്കാർ. അവർക്ക് വേണ്ടത് വെൽനെസ്സാണ്, ആരോഗ്യവും ആയുസ്സും. അതിന് ഏറ്റവും പ്രധാനം കായികമായ അവരുടെ ക്ഷമതയാണ്. കായിക ക്ഷമതയ്ക്ക് അവർക്ക് സ്ഥലം കൊടുക്കണം. അത് ഇതിൻ്റെ ഭാഗമാണ്. ഒരു കാര്യം കൂടിയുണ്ട്, കായിക ക്ഷമത പറഞ്ഞാൽ പോരാ, അവർക്ക് അവിടെ എത്താനുള്ള സൗകര്യം വേണം. കൊച്ചി നഗരത്തിൽ IT പാർക്കിൽ നിന്ന് ഒരാൾ ഇവിടെ വരണമെങ്കിൽ, ഇവിടെ എത്തണമെങ്കിൽ മണിക്കൂറുകൾ വേണം. അപ്പം അത് വഴിയിൽ പോകും. അവർ വേഗത്തിലെത്തണം. വേഗത്തിലെത്തുമ്പോൾ ഇപ്പോൾ നമ്മുടെ മെട്രോ റെയിൽ പോകുന്നുണ്ട്. പക്ഷേ അത് അവരുടെ മുഴുവൻ വരുന്ന ജീവനക്കാരെയും അനുബന്ധ ആളുകളെയും ഉൾക്കൊള്ളാനുള്ള ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ടാകില്ല. ദോ ഇറ്റ് ഈസ് റാപ്പിഡ് ആൻഡ് മാസീവ്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം അതർ വേ. അതിൽ നമ്മൾ നിർദ്ദേശിക്കുന്നത് റോഡുകളാണ്, വലിയ റോഡുകളാണ്. റോഡുകളിലൊന്നും നിൽക്കില്ല. പിന്നെ വർഷങ്ങളിൽ കൊച്ചിയിൽ നിന്നും വൈറ്റിലയിൽ നിന്നും അങ്ങോട്ട് സ്കൈ റോഡ് കൊടുക്കുന്നതിലേക്ക് എത്തുന്ന ഒരു കാഴ്ചപ്പാടാണ് പോകുന്നത്. ഈ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിട്ടില്ല. ഇതാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് ഞാൻ പറയും. മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി വേണമെന്ന കാര്യത്തിൽ ഒരു പൊതുധാരണ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു പങ്ക് GCDയും വഹിച്ചിട്ടുണ്ട്. 24-25 ബഡ്ജറ്റിൽ കാർബൺ ന്യൂട്രൽ നഗരം എന്ന ആശയമാണ് GCDയെ മുൻപോട്ട് വയ്ക്കുന്നത്. ധാരാളം പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നു. ഹരിത കേരള മിഷൻ തന്നെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. 2016 ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള GCDക്ക് നഗരവികസനത്തിൽ തുടക്കകാലത്തുണ്ടാക്കിയ നേട്ടം വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് ലാൻഡ് പൂളിംഗായി വരുന്ന പുതിയ സന്ദർഭം. ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഞങ്ങളുടെ പദ്ധതി പ്രവർത്തനത്തിന് വേഗത കുറയുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് തനതായ ഫണ്ടില്ല. ഗവൺമെൻറ് ഇത്തവണ 5 കോടി തന്നു ഞങ്ങൾക്ക്. അത് കണക്കുകൾ വായിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു
പ്രയാസമാണ്. എങ്കിലും കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സമർപ്പിക്കുന്നത്.